വി.ഡി. സതീശൻ പറയുന്നത് കേരളത്തിന് പുതിയതായിട്ടുള്ള ഒരു ഇതുവരെ പോയതൊന്നുമല്ല, ഇനി ഒരു പുതിയ കാലഘട്ടം ഉണ്ടാവുന്നു. അതായത് അടുത്ത പൊങ്കാലയ്ക്ക് ക്ലിഫ് ഹൗസിൽ ഒരു കോൺഗ്രസിന്റേതായ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നൊക്കെ സതീശൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന് പൊങ്കാലയ്ക്ക് കുടുംബസമേതം എത്തിയ സമയത്താണ് സതീശൻ ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ സതീശൻ വലിയ പ്രതീക്ഷയിലാണ്. അപ്പം അങ്ങനെ ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു സാധ്യത നിലവിൽ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ സാധ്യത എന്നൊന്നും പറയാനില്ല. തന്നെയുമല്ല, സതീശന് അത് കുറച്ചുകൂടെ വ്യക്തമാക്കണമായിരുന്നു. ആരാണ് ആ മുഖ്യമന്ത്രി, ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് സതീശൻ വ്യക്തമാക്കേണ്ടതായിരുന്നു. സതീശൻ എന്തോ അതിനുള്ള ഒരു ധൈര്യമില്ലായ്മയോ ഒക്കെ ഉണ്ട്. പക്ഷെ അതിലെനിക്ക് സതീശന്റെ ബൈറ്റ് നമ്മൾ കേൾക്കുമ്പോൾ അതിലെനിക്ക് തോന്നുന്നു സതീശന് പഴയ ഒരു കോൺഫിഡൻസിന്റെ ലെവൽ എവിടെയൊക്കെയോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. ആ ബൈറ്റിനത് പറയുന്ന സമയത്തും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യത്തിലും സതീശൻ അങ്ങനെയല്ല നോർമലി സംസാരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വരുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില തകരാറുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം ഇപ്പം നിലവിലുള്ള അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ നിലവിലുള്ള MLA-മാരെല്ലാം തന്നെ മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിൽ കുറച്ച് പേർക്ക് മാത്രം എന്തോ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. മറിച്ച് ബാക്കി എല്ലാവരും തന്നെ മത്സരിക്കുന്നു. ഇപ്പം പല മണ്ഡലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും ഇപ്പം നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ തവണ നേമത്ത് മത്സരിച്ച കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു. ഈ പറവൂരിൽ തന്നെ സതീശൻ മത്സരിക്കുന്നു. ബാക്കി സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുന്നു. അപ്പം പ്രധാനികളെല്ലാം തന്നെ മത്സരരംഗത്തുണ്ട് എന്ന് പറയേണ്ടി വരും. പിന്നെ ആകെ അതിനകത്ത് നമുക്ക് കൺഫ്യൂഷനുള്ള ഒന്ന് രണ്ട് പേര്, ഒന്ന് ഷാഫി പറമ്പിലിന്റെ കാര്യത്തിലാണ്. ഷാഫി പറമ്പിൽ എവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പിന്നെ KC വേണുഗോപാൽ അവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഫൈനലായിട്ട് തീരുമാനമായിട്ടില്ല. K സുധാകരന്റെ കാര്യം, അങ്ങനെ ഒരു വലിയ നിരയിൽ ജയിക്കാൻ സാധ്യതയുള്ള പല നേതാക്കന്മാരും എവിടെയൊക്കെ മത്സരിക്കും എന്നുള്ള കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇതിനകത്ത് മറ്റൊരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊങ്കാലയുടെ വേദിയിൽ വന്നിരുന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു പൊളിറ്റിക്സ്, ഒരു പൊങ്കാല എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്സ് സംസാരിക്കാൻ പറ്റിയ വേദിയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം ഒന്നാമത്തെ കാര്യം പൊങ്കാല കുളമായി എന്നുള്ളതാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം പിടിച്ചുകൊണ്ട് ഞങ്ങൾ കേരളം പിടിക്കാൻ പോകുന്നു, തിരുവനന്തപുരത്തിന്റെ വികസനം കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിന്റെ മാതൃക സൃഷ്ടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരായ്മ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ പൊങ്കാലയുടെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയേണ്ട ആവശ്യം VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പുതുയുഗ യാത്ര വമ്പം വിജയമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വലിയ വിജയമാണ്. ആ വിജയം തിരുവനന്തപുരത്ത് പര്യവസാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ എങ്ങനെയാണ്, എന്ത് സ്ട്രാറ്റജിയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഈ VD സതീശന്റെ പ്രസംഗങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പുതുയുഗ യാത്രയിലെ പ്രഭാഷണങ്ങളോ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സതീശന് പ്രത്യേകിച്ച് പുതിയത് എന്ന് പറയുന്ന ഒരു സാധനം പറയാനില്ല. അതായത് നിലവിൽ ഇപ്പോൾ ഒരു മന്ത്രിസഭയെ നമുക്ക് താഴെ ഇറക്കണമെങ്കിൽ സ്വാഭാവികമെന്നോണം ആ മന്ത്രിമാരാരെയെങ്കിലും കുറിച്ച് നല്ല ശക്തമായ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ആരോപണം ഉണ്ടാവണം, ഒരു അലിഗേഷൻ, ഒരു അഴിമതി ആരോപണം ഉണ്ടാവണം. അതിനുമപ്പുറത്തേക്ക് ആ അഴിമതി ആരോപണം എവിടെയെങ്കിലും തെളിവുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് വിജയിപ്പിച്ച് അതിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അപ്പം ജനങ്ങൾ വെറുതെ പറയാണ് ഒരു അഴിമതിയുണ്ട്, സർക്കാരാണ്. പലപ്പോഴും പല സർവേകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ജനത്തിന്റെ മുമ്പിൽ മൈക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ പറയുന്നത് മൊത്തം അഴിമതി മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് സർക്കാർ എന്ന് പല ജനങ്ങളും പറയുന്നുണ്ട്. ഇതൊരു പക്ഷേ കോൺഗ്രസിന്റെ വക്താക്കളായിരിക്കാം. പക്ഷെ എന്താണ് ആ അഴിമതി എന്ന് മാത്രം ആരും ചോദിക്കുന്നില്ല. എന്താണ് നിങ്ങൾ കണ്ട അഴിമതി? ആ അഴിമതി എന്താണ് എന്ന് അവർ പറഞ്ഞാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഇന്ന അഴിമതി കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയുള്ളൂ. ഇപ്പൊ പലർക്കും അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇന്ന അഴിമതി നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഇന്ന മന്ത്രി അങ്ങനെ ഒരു അഴിമതിക്കാരനാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയ എവിഡൻസുകൾ ഒന്നും തന്നെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം കെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതാണ് ആക്ച്വലി പിന്നെ ഒരു മന്ത്രിസഭയെ താഴേക്ക് ഇറക്കേണ്ടത്. പിന്നീട് VD സതീശൻ പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താണ്, കടക്കണി എന്ന് പറയുന്നത് ഇതിന് മുൻപത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടക്കണി വളരെ വളരെ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പിന്നെ ആ ശതമാനക്കണക്ക് പരിശോധിക്കുമ്പോഴും ഇവിടുത്തെ GDP ആയിട്ട് റേഷ്യോ വെച്ച് പരിശോധിക്കുമ്പോഴും ഒക്കെ കേരളം മുൻപ് AK ആന്റണി ഭരിച്ചിരുന്നതും ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്തിനെക്കാട്ടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്കാണ് സംസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ട പുതിയ എക്കണോമിക് പ്ലാനുകൾ പലതും ഇവിടെ സംസ്ഥാനത്ത് ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഒരുപാട് കടക്കണിയിൽ പെട്ടുപോകേണ്ട സാഹചര്യങ്ങൾ, കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രളയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ സർക്കാർ ചുറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ 700 ചില്ലുവാനം കോടി രൂപയ്ക്ക് ഇവിടെ വസ്തു മേടിച്ചിട്ട് അവിടെ ഏകദേശം 10-40 അധികം
ഏക്കർ ഭൂമിയിൽ ഇങ്ങനെ ഒരു എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു. അതൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പണം എന്ന് പറയുന്നത് വലിയ വ്യയം ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളാണ്. അപ്പം അത് സർക്കാരിനുണ്ടാക്കിയൊരു മൈലേജ് വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ ഇമ്പാക്റ്റ് അല്ല അത്. കാര്യം 178 കുടുംബങ്ങൾക്ക് വീട് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഇമ്പാക്റ്റ് അല്ല. 400-ലധികം കുടുംബങ്ങൾക്ക് വീട് അല്ലെങ്കിൽ 400-ലധികം വീടുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല. സർക്കാരിനാകട്ടെ, സർക്കാരിന് ഇതുവരെ വീട് വെക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, സർക്കാരിനല്ല, കോൺഗ്രസ് പാർട്ടിക്ക്. കോൺഗ്രസ് വീട് വെക്കുന്നു എന്ന് പറയുന്നു. സണ്ണി ജോസഫിന്റെയും UDF ചെയർമാനായ VD സതീശന്റെയും ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് ഫണ്ട് വന്നതെന്ന് പറയുമ്പോഴും സതീശൻ എത്ര ഫണ്ട് വന്നു എന്നുള്ള കാര്യം സതീശൻ മിണ്ടുന്നില്ല. സോ അങ്ങനെ തുടങ്ങി ഈ കോൺഗ്രസിനെ കെണിയിലാക്കുന്ന നിരവധി ചോദ്യങ്ങൾ ജനത്തിന്റെ മുന്നിലുണ്ട്. ഇവരിത് ചോദിച്ചു തുടങ്ങും. ഇതിൽ ചോദിച്ചു തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ ഈ പിന്നെ കുറവ് ഫീൽ ചെയ്തു തുടങ്ങുന്നത്. കാര്യം ആശാവർക്കർമാരുടെ സമരം അത്രയ്ക്കണ്ട് അങ്ങോട്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പൊ അങ്ങനെ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിച്ചു പോകുന്നു. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ട് പലയിടങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെ വലിയ വിഷയങ്ങൾ അവർക്കിടയിലുണ്ട്. സർക്കാരിനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധതയിലെ മുഖം മൂടി അണിയിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ പോലും അത് വേണ്ടത്ര ഫലം കാണാതെ പോകുന്നു. ഇതൊക്കെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ആത്മവിശ്വാസ ചോർച്ചയുണ്ടാക്കുന്ന ചില ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇപ്പം സതീശനെ സംബന്ധിച്ച് സതീശൻ ഈ പറയുന്ന കാര്യങ്ങൾ, സതീശൻ അത് ചെയ്യുന്നു, ഇത് ചെയ്തു, ഞങ്ങള് പിന്നെ സർക്കാർ അത് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഇനി വേണ്ട എന്താണെന്നറിയാം. ഇനിയും ഇപ്പോഴും സതീശന് പറ്റിയൊരു പോരായ്മ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ ആർജിച്ചെടുക്കാൻ സതീശനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഇപ്പം മറ്റൊരു ഘട്ടം നോക്കിയാൽ ഇപ്പം മലങ്കര സഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു നീക്കം നമ്മൾ കണ്ടതാണ്. മലങ്കര സഭയിലെ ഓർത്തഡോക്സിന്റെ യാക്കോബൈറ്റ് ഇവർ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയാണ് ഇടപെടുന്നത്. അവിടെ പ്രധാനമന്ത്രി ഇടപെടുമ്പോൾ അതിന്റെ ഇടനില വഹിക്കുന്നത് 2020 ആണ്. അപ്പൊ 2020 അതിനകത്ത് ഇടനില വഹിച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള സഭാ നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ട നീക്കം അവരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. സോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെയും UDF ആവശ്യം സഭക്കാർക്ക് ഇല്ല. നേരിട്ട് അവർക്ക് മീഡിയേറ്ററായിട്ട് ഒരു മധ്യ ലെവലിൽ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് 2020 സാബു പിന്നെ കിറ്റക് സാബു ഉണ്ട്. അപ്പൊ അതങ്ങനെ ആ വഴിക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന തന്നെയുമല്ല, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ പോലും അതിനകത്ത് UDF പ്രത്യേകിച്ചൊരു കീ റോൾ വഹിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റിയ സാഹചര്യമല്ല മുനമ്പം വിഷയത്തിൽ. ഇങ്ങോട്ട് മറ്റൊരു വിഷയം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ NSSനെയും SNDPയെയും ഇതുവരെ ഒപ്പം നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പിന്നെ UDF സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസ ചോർച്ച ഉണ്ടാക്കുന്ന മറ്റൊരു ഘടകം കൂടിയാണ്. അതിനു വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല കുറച്ച് പാട് വിട്ടിരുന്നു. രമേശ് ചെന്നിത്തല ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് പോവുകയും അതോടൊപ്പം തന്നെ NSSുമായി സന്ധി ചെയ്യാൻ, NSS ഓൾറെഡി ചെന്നിത്തല എവിടെയുണ്ടോ അവിടെയാണ് പിന്നെ NSS നിൽക്കുന്നത്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അപ്പം അങ്ങനെ ചില നീക്കങ്ങൾ കൂടി നടത്തിയിട്ടും അതിനകത്ത് ചെന്നിത്തലയ്ക്ക് പിന്തുണ ചിലപ്പോൾ ഒരു പക്ഷേ NSS പ്രഖ്യാപിച്ചാലും സതീശനെ സംബന്ധിച്ചിടത്തോളം NSSന്റെ ഒരു പിന്തുണ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുമാത്രമല്ല, ഇങ്ങനെ പ്രബലമായ രണ്ട് സാമുദായിക സംഘടനകൾക്ക് അത്ര പിന്നെ അഭിമതനല്ലാത്ത VD സതീശനെ പോലെ ഒരാളെ ഇപ്പോഴും നേതൃസ്ഥാനത്ത് നിർത്തുന്നതിന് പകരം ഇപ്പം UDF ചെയ്തൊരു പരിപാടി ചെന്നിത്തലയാണ് അപ്പോൾ ഒരു നേതൃസ്ഥാനത്തേക്ക് എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചുമതല നൽകിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം ഇനി അങ്ങോട്ടൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി, ഇനി UDF ഭൂരിപക്ഷം കിട്ടുമ്പോഴും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയും ഏറ്റവും ഒടുവിൽ ഇവർ രണ്ടുപേരും അല്ലാത്ത മറ്റൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ ആത്മവിശ്വാസ കുറവിനുള്ള കാരണങ്ങളുണ്ട്. തന്നെയുമല്ല, ഇപ്പം മനോരമയുടെ തന്നെ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ സർവേ ഫലങ്ങളിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ ഒരു ടോട്ടാലിറ്റി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അവർ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആ സമ്മതി ആദ്യത്തെ ഘട്ടത്തിൽ ഫസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വീണ്ടും കുറഞ്ഞു സെക്കൻഡ് വീക്ക് എത്തിയപ്പോൾ. എന്നാൽ തേർഡ് വീക്കും ഫോർത്ത് വീക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഒരു ജനസമ്മതി ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. ഏകദേശം 48-50 വരെയൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ജനസമ്മതി ഉയർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സതീശന്റെ നേരെ തിരിച്ചായി. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നു. അവസാനം തന്നെ സർവേ നടത്താൻ തുടങ്ങി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ സർവേ ഫലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ
ഘട്ടത്തിൽ വി.ഡി. സതീശൻ തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു 100 സീറ്റ് 100 സീറ്റിന് മുകളിൽ ഞങ്ങൾക്ക് UDF നേടാൻ കഴിയും, ടീം UDF അങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ സർവേ ഫലങ്ങൾ വരുമ്പോൾ 90 പോലും എത്തുന്നില്ല എന്നുള്ളതാണ്. 80 മുതൽ 85 സീറ്റുകൾ വരെ മാത്രമാണ് വി.ഡി. സതീശനെ പോലെ അല്ലെങ്കിൽ UDF കേരളത്തിൽ ലഭിക്കുക. അതായത് വടക്കൻ മേഖലയിലെ മുസ്ലിം ലീഗിന്റെ സ്വാധീനവും തെക്കൻ മേഖലയിലെയും മധ്യ കേരളത്തിലെയും കോൺഗ്രസിന്റെ സ്വാധീനം എല്ലാം ഉപയോഗിച്ചുകൊണ്ടും ഈ പറയുന്ന 85 സീറ്റ് വരെ മാത്രമേ പരമാവധി UDF കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പം വിലയിരുത്തപ്പെടുന്നത്. ബാക്കി അപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ പറയുന്ന സർവേ 100-110 വരെ പറഞ്ഞ സർവേയിൽ നിന്ന് ഏകദേശം 10-22 സീറ്റുകളുടെ കുറവ് ഇവിടെ UDF ഉണ്ടായി എന്നുള്ളതും സതീശന്റെ ആത്മവിശ്വാസക്കുറവിന് കാരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. അപ്പോൾ അങ്ങനെ എല്ലാം പറയുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പം പൊങ്കാലയ്ക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ കുറെ ഒരു ഹിന്ദു വോട്ടുകൾ, അതായത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ഭൂരിപക്ഷത്തിന്റെ കുറച്ച് വോട്ടുകൾ കൂടി ഞങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള പുതിയൊരു ടാക്ടിക്സ് കൂടി ആയിരിക്കാം ഒരു പക്ഷേ പൊങ്കാല സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ രീതിയിൽ സതീശൻ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പിന്നിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്.